പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ശ്രുതി ഒടുവിൽ തൻ്റെ തോൽവി സമ്മതിച്ചുകൊണ്ട് തിരികെ എത്തിയിരിക്കുകയാണ്. എനിക്ക് തെറ്റുപറ്റി, അത് ഞാൻ സമ്മതിക്കുന്നതിന് തയ്യാറാണ്. അതുകൊണ്ട് തന്നെ എന്നോട് ക്ഷമിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി അശ്വിൻ പറയുന്നത് പോലെ തന്നെ കാര്യങ്ങൾ അനുസരിച്ച് ഇവിടെ ജീവിച്ചു കൊള്ളാം. എൻ്റെ ഭാഗത്ത് നിന്ന് യാതൊരു മിസ്റ്റേക്കും ഉണ്ടാവുകയില്ല എന്നുള്ള ഉറപ്പ് നൽകുകയാണ് ഞാൻ. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് വളരെയധികം സന്തോഷിക്കുന്ന അശ്വിൻ, അങ്ങനെ വഴിക്കുക, ഞാൻ പറയുന്നത് കേട്ട് യാതൊരു പ്രശ്നവുമില്ലാതെ, യാതൊരു പ്രശ്നവും ഉണ്ടാക്കാതെ നീ പോവുകയാണ് എങ്കിൽ നിന്റെ ചേച്ചിയുടെ ജീവിതം അതീവ ഗംഭീരമായി ഇവിടെ മുന്നോട്ട് പോകും. ഒരു പ്രശ്നവും അവൾക്ക് ഫേസ് ചെയ്യേണ്ടതായി വരികയില്ല എന്ന് ഞാൻ ഉറപ്പിക്കാം. പക്ഷേ നീ ഞാൻ പറയുന്നത് കേൾക്കാതെ മുന്നോട്ട് പോകാനാണ് തീരുമാനം എടുത്തിരിക്കുന്നത് എങ്കിൽ നിന്റെ ചേച്ചി അനുഭവിക്കുമെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. ഇത് കേട്ടതിനെ തുടർന്ന് ശ്രുതിക്കാകെ വിഷമമായിരിക്കുകയാണ്. പക്ഷേ ഇതേ സമയം സുപ്രധാനമായ നീക്കങ്ങളുമായി ശ്യാം മുന്നിലേക്ക് വരികയാണ്. ശ്രുതിയെയും അശ്വിനെയും എങ്ങനെയെങ്കിലും വേർപെടുത്തണം. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ ചെയ്തേ പറ്റൂ. അല്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിട്ട് യാതൊരു ഉപകാരവും ഉണ്ടാവുകയില്ല എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്ന അയാൾ ഇതോടെ പുതിയ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇനിയും കാര്യങ്ങൾ വിട്ടുകളയരുത് എന്നും അശ്വിനെ അപകടപ്പെടുത്തുക തന്നെ വേണം എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ മാത്രമേ അവരെ പിരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യവും മനസ്സിലാക്കിയതിനെ തുടർന്നാണ് ഇങ്ങനെയൊരു തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരുന്നത്. എന്നാൽ ഇതേ തുടർന്ന് ഈ കാര്യം അശ്വിൻ അറിയാൻ ഇടയായിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.